നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്നാണ്. ഈ ഒരു ദിവസം നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് ഡിവൈൻ കണക്റ്റ് ചെയ്ത് ഇന്ന് നിങ്ങൾക്കൊരു പൂർണ്ണതയിൽ എത്തിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു റീഡിങ്സ് ലഭിക്കാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. കൂടാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ അറിയേണ്ടത് അതും നിങ്ങൾ മനസ്സിൽ കണക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വേണം കേട്ടോ റീഡിങ്സ് കാണാനായിട്ട്. നമുക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നതാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ വ്യക്തമാകുന്ന ഒരു ഗൈഡൻസ് നൽകണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ വേണം റീഡിങ്സ് കാണാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് തേടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ജനറൽ റീഡിങ്സ് നിങ്ങൾ എത്രത്തോളം കണക്റ്റ് ചെയ്യുന്നു. ജനറൽ റീഡിങ്സ് എന്ന് പറയുന്നത് പലരുടെ എനർജി കണക്റ്റ് ചെയ്യുന്നതാണ്, പൊതുവായിട്ടൊരു റീഡിങ്സ് ചെല്ലുന്നതാണ്. അപ്പോൾ അത് നിങ്ങളാണ് അതിനകത്ത് എഫോർട്ട് എടുക്കേണ്ടത്, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ആൻസർ ലഭിക്കാനായിട്ട് കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ എന്താ സൺറൈസിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഇമോഷണൽ ബാലൻസോട് കൂടി, വളരെ ഹാപ്പി മൊമെൻറ്റ്സോട് കൂടി, പ്രതീക്ഷയോട് കൂടിയുള്ള ഒരു ദിവസം തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും നല്ലൊരു പുലരി എന്നൊക്കെ നമുക്ക് പറയാം. സൺറൈസിങ് ആണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫസ്റ്റ് തന്നെ വന്ന് കണക്റ്റഡ് ആകുന്നത് കേട്ടോ. ലൈഫിൽ ഒരു പുതിയ തുടക്കം, അതായത് എത്രയും നിങ്ങൾക്ക് നല്ലൊരു ഉത്സാഹം എന്നൊക്കെ നമുക്ക് പറയാം. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉത്സാഹം, ഇന്ന് എന്തൊക്കെ തീർക്കണം, ഇന്ന് എന്തെല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം, വളരെയധികം ഒരു വിൽ പവർ എനർജി, അതുപോലെ ഒരു ഇമോഷണൽ ബാലൻസ്, എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായ ഒരു പോസിറ്റീവ് വൈബോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഴ്സിൻ്റെ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ആവശ്യമുള്ളത് എന്താണെന്നും ആവശ്യമില്ലാത്തത് എന്താണെന്നൊക്കെ ഇന്നത്തെ ദിവസം വ്യക്തമാക്കി മനസ്സിലാക്കി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടുമുള്ള എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു കാര്യ ഗൗരവത്തോടു കൂടി എല്ലാം ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണാനും വളരെ നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും, നിങ്ങൾ എന്താണോ ഏത് സിറ്റുവേഷൻസിലൂടെയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷൻസിൽ ഏറ്റവും പ്രൗഡായിട്ട് നിൽക്കാനുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ഇന്ന് വളരെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ആയിരിക്കും, വളരെ ന്യായപൂർവമായിരിക്കും ഇന്ന് നിങ്ങൾ എന്ത് കാര്യവും പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മാത്രവുമല്ല നിങ്ങൾ എന്ത് ചെയ്താലും ഇന്നെല്ലാം അതൊരു ന്യായത്തിൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്ത് വളരെ നീതിപൂർവം തന്നെ, വളരെയധികം മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എനർജീനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആരെങ്കിലുമൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒരു ഇമോഷണൽ സപ്പോർട്ടായാലും ഫിസിക്കൽ സപ്പോർട്ടായാലും ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള, ഒരു ആതുര സേവനം ചെയ്യാനുള്ള ഒരു അവസരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന്, അതായത് ദൈവികമാകുന്ന സ്പിരിച്വൽ പരമാകുന്ന ചില കാര്യങ്ങൾ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമെടുക്കാനും അങ്ങനെയുള്ള ഒരു അവസരം അല്ലെങ്കിൽ ചെയ്യാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ബാലൻസ് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും അതെങ്ങനെ ശരിയാക്കണമെന്നും അതിലെന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും എന്താണ് വിട്ട് കളയേണ്ടതെന്നൊക്കെ എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നല്ലൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. ലൈഫിലേക്കൊരു
ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് എത്തേണ്ടതായ കാര്യം എന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളിപ്പം നിൽക്കുന്നിടത്ത് നിന്നും മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസം മാറാനോ ട്രാൻസ്ഫറായിട്ട് ജോലി സംബന്ധമായിട്ടുള്ളൊരു ചേഞ്ചിങ്ങോ ഫാമിലിയിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ലോങ് ട്രാവലിങ്ങോ വിദേശത്തേക്കൊക്കെ പോയി അവിടെ സെറ്റിൽ ആവാനൊക്കെയുള്ള ചില തീരുമാനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാനും അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും തടസ്സമില്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രതിസന്ധികളെയൊക്കെ കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ടേക്ക് പോകണം. എപ്പോഴും വളരെ റിലാക്സ് സമാധാനം മാത്രമല്ല ജീവിതത്തിൽ ഉള്ളതെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രശ്നങ്ങളെയും എല്ലാം നേരിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലൊരു ലൈഫ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കൂടി മാറുന്നുണ്ട് കേട്ടോ. അതിന് എങ്ങനെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം, എങ്ങനെ പ്രശ്നങ്ങളെ ചെറിയ രീതിയിൽ നമുക്ക് പരിഹാരം കാണാം എന്നൊക്കെയുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക്, അതായത് എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ തന്നെയാണ് പൂർത്തീകരിക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലേ വന്ന് ചേരുകയുള്ളൂ, ഇന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം അതെല്ലാം ആ രീതിയിലാണ് നമുക്ക് വന്ന് ചേരുക എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് വാൻസിൻ്റെ എനർജി നിൽപ്പുണ്ട്. ഒരു ബർഡൻ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കുറച്ച് ആളുകൾക്ക്. അതൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണല്ലോ വന്ന് നിൽക്കുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ അറിയാതെ ചില പ്രശ്നങ്ങൾ ചില ഭാരങ്ങൾ ചുമക്കേണ്ടി വരുന്നു. അതൊരു ശത്രുതയിൽ നിന്നും നിങ്ങളോട് വൈരാഗ്യത്തോടു കൂടി നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് നേരെ ചുമത്തുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവ് പ്രസൻസ് ആണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ബർഡനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിലാണെങ്കിലും ഒരിടത്തും ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോകുന്നു. എല്ലായിടത്തുനിന്നും നിരാശാജനകമാകുന്ന ഒരവസ്ഥ വരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് അറിയാതെ തലയിടുക, പിന്നെ ആ പ്രശ്നത്തെ നിങ്ങൾ തന്നെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരവസ്ഥ, വളരെ മോശമായ കുറച്ച് സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് നേരെ ഒരു ശത്രുത, അതായത് വളരെ ഇമോഷണൽ കണക്റ്റഡ് ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറായിരുന്ന വ്യക്തിയാവാം, നിങ്ങളുമായിട്ട് ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ശത്രുവായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും വരുന്ന നെഗറ്റീവാകുന്ന ഒരു പ്രസൻസാണ് നിങ്ങൾ ഈ ഒരു ഭാരം ചുമക്കേണ്ടി വരുന്നത് കേട്ടോ. ഒരിടത്തും ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോകുന്ന വ്യക്തികളുണ്ടെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാത്ത ബർഡനുകൾ ചുമക്കുന്നു, വന്ന് കയറുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുകൂടി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ വല്ലാതെ ഒരു സ്ട്രെസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ്. പറ്റുമെങ്കിൽ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. നിങ്ങൾ എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായ അവസ്ഥ, പോസിറ്റീവായ കാര്യത്തെ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ദുർഗാദേവി ക്ഷേത്രത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി എല്ലാ വെള്ളിയാഴ്ചയും കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ പോയി കഴിപ്പിക്കുക. നരസിംഹസ്വാമി ക്ഷേത്രത്തിലും വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അല്ലാത്തവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസിൻ്റെ ഓപ്പോസിറ്റ്, നിങ്ങൾ ബർഡൻ ചുമക്കുകയാണെങ്കിൽ അതല്ലാത്ത അവസ്ഥയെ കണക്ട് ചെയ്ത് അഫർമേഷൻസ് എഴുതുക. നിരന്തരം എഴുതി ആ ഒരു സിറ്റുവേഷൻസിനെ പ്രകൃതിയെ കൊണ്ട് പ്രപഞ്ചശക്തിയെ കൊണ്ട് ഹീലാക്കി എടുക്കുക കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ഏത് കാര്യത്തിലേക്കാണോ എന്ന് ഇറങ്ങിത്തിരിക്കുന്നത് അവിടെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ആഗ്രഹ സാഫല്യമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. വിദേശയോഗമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാകും. അതുപോലെ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാണ്. അതുപോലെ നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ പുതിയൊരു സ്റ്റാർട്ടിങ് ഇന്നത്തെ ദിവസം ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും ശക്തമായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനകത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കാണുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി എനർജിയിൽ, അതായത് പേരൻസിൻ്റെ വാക്കുകൾക്കൊക്കെ ഒരു വാല്യൂ കൊടുക്കേണ്ട ദിവസമാണ്. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പേരൻസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം നിങ്ങളിൽ പോസിറ്റീവ്, നിങ്ങളോട് സ്നേഹവും നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമാണ്. അപ്പം ഇന്ന് ആരുടെയെങ്കിലുമൊക്കെ ഉപദേശം കേൾക്കുമ്പം അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് ഇതെന്താ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൈലൻ്റ് ആയിട്ടൊന്ന് കേൾക്കുക, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക. അതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ തുടങ്ങി വെക്കണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഉള്ളുകൊണ്ട് നിങ്ങളോട് ശത്രുതാഭാവത്തിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കൊരു ഇൻഡിസിഷൻ എനർജിയാണ്, ഒരു ബ്ലൈൻഡ് എനർജിയുടെ പ്രസൻസ് നൽകുന്നുണ്ട്, വൈകാരികമായിട്ട് നിങ്ങളെ തളർത്തുന്നുണ്ട്. അതിനുള്ള പരിഹാരം ഇന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഉപദേശം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ആക്ഷൻ ആവുന്നുണ്ട് കേട്ടോ. അത് വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ കരിയർ മേഖലയായിക്കോട്ടെ, ബിസിനസ് സംബന്ധമാകുന്ന എന്തെങ്കിലും മേഖലയായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, നിങ്ങൾ മനസ്സറിഞ്ഞ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും മാറി നിന്ന, നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കേണ്ട, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ലഭിക്കാതെ പോയ ചില സാഹചര്യങ്ങൾ, നിങ്ങൾ മാനസികമായിട്ട് ശരിക്കും കുറച്ച് വിഷമിച്ചൊക്കെ നിന്ന, നിങ്ങൾ റിസ്ക് എടുത്തിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. കുറേ ആളുകളിലേക്ക് നോക്കുമ്പം സാമ്പത്തിക ഭദ്രതയാണ് വന്നു ചേരുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങളെടുത്ത എഫോർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ തന്നെ നിങ്ങൾ ക്ലാരിറ്റി വരുത്തുക എന്നാണ് എനർജിയിൽ കാണുന്നത്. അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് ലഭിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണോ അത് ഇപ്പോഴും മുതലേ നിങ്ങൾ കറക്റ്റാക്കാൻ വേണ്ടി, ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ തയ്യാറാവുക. അതിന് വേണ്ട മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള എനർജിയും വന്നിട്ടുണ്ട്. അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, റീയൂണിയൻ പ്രസൻസ്, ചില ഓർമ്മകൾ വീണ്ടും അയവിറക്കേണ്ടി വരിക, വിവാഹം പോലുള്ള കാര്യങ്ങൾ വരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ വ്യക്തിയുമായിട്ടാണ്, നിങ്ങളുടെ സോൾ കണക്ഷനുമായിട്ടാണ് നിങ്ങൾക്കൊരു സന്തോഷകരമാകുന്ന ഒരു സെലിബ്രേഷൻ, ഒരു മാര്യേജ് എനർജിയൊക്കെ വന്നു ചേരാൻ പോകുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൻ്റെ എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വിവാഹമൊക്കെ വരുന്നവർക്കും വിവാഹ സംബന്ധമാകുന്ന എനർജികളൊക്കെ കണക്റ്റഡ് ആകുന്നവർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത്. അതൊരു റീയൂണിയൻ പ്രസൻസ് ആണ്, ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. ലെസൺ പഠിപ്പിക്കാൻ വരുന്ന ആളല്ല, ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. ചിലരെ സംബന്ധിച്ചൊക്കെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള പാർട്ട്ണർ വരുന്നത് നിങ്ങൾ ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിൽ അവരോട് ചെയ്തതിന് പകരം വീട്ടാനൊക്കെ വരും. അങ്ങനെയുള്ള ബന്ധങ്ങളിലാണ് എത്ര കൊണ്ടും എപ്പോഴും ഫൈറ്റിങ്ങും കഷ്ടപ്പാടും ദാരിദ്ര്യവും വാല്യൂ കൽപ്പിക്കാതെ പരിഗണനയില്ലാതെ പോകുന്നതൊക്കെ പല ബന്ധങ്ങളും അങ്ങനെ പാസ്റ്റ് ലൈഫിൽ ഒരു കാർമിക് ബന്ധമായിട്ട് നമ്മളിൽ വരുന്നത്, അതായത് നമ്മൾ ചെയ്തത് നമുക്ക് തിരിച്ച് തരാനായിട്ട് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതിപ്പം വളരെ പോസിറ്റീവായൊരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സെലിബ്രേഷൻ കാണുന്നുണ്ട്. ഇന്ന് സെലിബ്രേഷനൊക്കെ നല്ലതാണ്, പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കണം. ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക. വ്യക്തികളെ
വ്യക്തികളെ മനസ്സിലാക്കി അറിഞ്ഞു മാത്രം അവരോടൊത്തൊരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുക കേട്ടോ. ഇന്ന് ലാസ്റ്റ് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് പിണങ്ങിപ്പോയ ചില വ്യക്തികൾ റീ എൻട്രി നടത്തുന്നതാവാം, വീണ്ടും വിളിച്ച് സംസാരിച്ച് ഒത്തുതീർത്ത് നമുക്കൊന്ന് കൂടാമെന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. പക്ഷെ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ, മുന്നോട്ടേക്ക് പോകണോ അത് സ്വീകരിക്കണോ ഉപേക്ഷിക്കണോ, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ആവാം. അപ്പം ആ സിറ്റുവേഷൻസിൽ ഒരു മൂമെൻറ്റ്സ് ഇല്ല, എന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനുമുണ്ട്. കളയാനും പറ്റുന്നില്ല, സ്വീകരിക്കാനും പറ്റാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മാറി മറിയൂ കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സമാധാനപരമായിട്ട് തീരുമാനമെടുക്കണം. മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് ഉപേക്ഷിക്കേണ്ടത് ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു ഇംബാലൻസിങ് എനർജി, ഒരു ടൈം മാനേജിങ് കറക്റ്റ് ആക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ളൊരു ചെറിയൊരു മോശം സമയം എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയാൽ എനിക്ക് മോശമാണല്ലോ, ഇതെനിക്ക് പോസിറ്റീവ് അല്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് തീരുമാനമെടുത്താൽ മതി. എടുത്ത് ചാടി ആക്ഷൻ എടുക്കണ്ട കേട്ടോ. നെക്സ്റ്റ് സക്സസ്ഫുൾ എന്നാണ് കേട്ടോ. നിങ്ങൾ ആരെയെങ്കിലും ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും ഓക്കെ ആയി വരുന്നില്ല, മനസ്സിനൊരു സന്തോഷമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആർക്കെങ്കിലും കൊടുത്ത സാമ്പത്തികം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതിരിക്കുന്നു, തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എങ്കിൽ, നിങ്ങൾ പുറകെ നടന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ അതൊന്നും വിഷമിക്കേണ്ട, അത് നിങ്ങൾക്ക് സക്സസ് ആണ്. ആ പൈസ നിങ്ങളിലേക്ക് വരും. ഇമോഷണലി ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തിൻ്റെ പിന്നാലെ ആണോ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ശ്രദ്ധ തരുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഇല്ല, ഒരു പോസിറ്റീവായ എക്സ്പീരിയൻസ് ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അവിടെ ഒരു സക്സസ് ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു സക്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരു കൺട്രോളിങ്ങും വിൽ പവർ എനർജിയിലൊക്കെ നിൽക്കണം കേട്ടോ. ഭയത്തെ ഒന്നും വിളിച്ചു വരുത്തരുത്, എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ഇനി ഒരു പ്രോബ്ലംസ് വന്നാലും അവിടെയും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് കാര്യങ്ങളെ കാണുക കേട്ടോ. ഇനി മനസ്സിനകത്തൊരു കാര്യം ചിന്തിക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മളൊരു എനർജി എടുക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഏഞ്ചൽസ് നൽകുന്ന മറുപടി അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുക, ആ കാര്യത്തെക്കുറിച്ച് ഏഞ്ചൽസ് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റീകൺസിഡർ എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങളത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തുക, നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക കേട്ടോ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഒക്കെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗിക്കുക, മനസ്സിലാക്കി വെക്കുക. അതുപോലെ അഫർമേഷൻസ് എഴുതുന്നത് ഫിനാൻഷ്യൽ പരമായ കാര്യത്തിനായാലും റിലേഷൻഷിപ്പിനായാലും ഹെൽത്ത് പരമായ കാര്യത്തിനായാലും കരിയറിനായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ട പുരോഗതി അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ അഫർമേഷൻസ് എന്നുള്ളതും കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് അസുഖം മാറി എന്നെ രക്ഷിക്കണം, എൻ്റെ കാൽമുട്ടിൻ്റെ വേദന മാറണം, എൻ്റെ നടുവേദന മാറണം, അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. ഞാൻ പൂർണ്ണമായും ആരോഗ്യവനായി തീർന്നതിൽ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ ഹെൽത്ത് എഴുതാവുള്ളൂ. നിങ്ങൾ വേറെ ഒരു കാര്യം അതിനകത്ത് എഴുതി ചേർക്കരുത് കേട്ടോ. ആ വേദന മാറ്റണം, ഈ വേദന മാറ്റണം. ചിലരങ്ങനെ കമൻസിൽ എഴുതിയിടുന്ന കാണാം. ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാറുണ്ട് അങ്ങനെ എഴുതരുതേ എന്ന് കേട്ടോ. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനായി തീർന്നിരിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സുഖമായിട്ട്. അതുപോലെ ഉറക്കക്കുറവിനൊക്കെ നിങ്ങൾ ഈ ടാബ്ലറ്റൊക്കെ മേടിച്ച് കഴിക്കാതെ നിങ്ങൾ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ ഏറ്റവും നല്ല സുഖനിദ്ര
നിദ്രയിൽ കഴിയുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞൊരു 11 പ്രാവശ്യം ഒരു 4-5 ദിവസം എഴുതിയാൽ മതി. സുഖമായ ഉറക്കം നിങ്ങൾക്ക് കിട്ടും. ആ ടൈം ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകും, മെഡിസിൻ കഴിച്ചതുപോലെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മക്കളുടെ ആവശ്യങ്ങൾക്കായാലും ഫാമിലിയിലുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായാലും അത് നമ്മുടെ പേരൻസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം, ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ അമ്മ ഉറക്കക്കുറവുണ്ടായിട്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും അമ്മയൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ഞാൻ കറക്റ്റായിട്ട് എഴുതും, അതുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ കൂടി തരുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് വിളിച്ച് പറയുന്നതാണെന്ന് ചിന്തിക്കരുത് കേട്ടോ.